നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും ചേർന്ന് അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീരാമസാഗരത്തിൽ മൂന്നാം ദിവസമായ ഇന്ന് ശ്രീമദ് അധ്യാത്മ രാമായണ പാരായണം ബാലകാണ്ഡം പുത്രലാഭാലോചന പാരായണം ചെയ്യുന്നത് ഡോക്ടർ KR ശ്യാമ. അമിത ഗുണവാനാം നൃപതി ദശരഥനമലൻ അയോധ്യാപതി ധർമാത്മാ വീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമനംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടു ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ, എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു
ഗർഭവും ധരിച്ചിതു മൂവരുമതു കാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം. ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം. സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാരുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം. കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. വാൽമീകി രാമായണത്തെ ആസ്പദമാക്കി അനവധി കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. അതിലൊന്നാണ് മഹാകവി കുമാരനാശാന്റെ ബാലരാമായണം. ശ്രീരാമസാഗരത്തിൽ ഇന്ന് കുട്ടികളുടെ രാമായണം എന്ന വിഷയമാണ് ഡോക്ടർ ലാൽ കൃഷ്ണ അവതരിപ്പിക്കുന്നത്. കാണാം രാമകഥാമൃതം. പ്രിയപ്പെട്ടവരെ, രാമായണം ഒരു സമ്പൂർണ്ണ കാവ്യമാണ്. രാമായണം ആബാലവൃത്തം ജനങ്ങളെയും ഒരേപോലെ സ്വാധീനിച്ച പുസ്തകമാണ്. എങ്കിലും രാമായണം ഏറ്റവും കൂടുതൽ ആർക്കാണ് ഗുണപ്രദമാവുന്നത്? അത് തീർച്ചയായും വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കുമാണ്. രാമായണം ഒരു കുട്ടിയായിരിക്കുമ്പോഴാണ് ഒരു വ്യക്തി പഠിക്കേണ്ടത്, വായിക്കേണ്ടത്. കാരണം രാമായണത്തിൽ ചരിത്രമുണ്ട്, രാമായണത്തിൽ ജോഗ്രഫി ഉണ്ട്, രാമായണത്തിൽ ഫിലോസഫി ഉണ്ട്, രാമായണത്തിൽ ഒട്ടേറെ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളെല്ലാം തന്നെ ഒരു കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഗുണപ്രദമാവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് രാമായണം ഒരു കുട്ടിയുടെ ബാല്യാവസ്ഥയിൽ തന്നെ പരിചയപ്പെടുത്തുന്നത്. മുൻകാലഘട്ടങ്ങളിൽ രാമായണം വീടുകളിൽ മുത്തശ്ശിമാരും രക്ഷകർത്താക്കളുമാണ് ഒരു കുട്ടിക്ക് പരിചയപ്പെടുത്തുന്നതെങ്കിൽ ഇന്ന് കാലഘട്ടം മാറിയിരിക്കുന്നു. ഇന്ന് രാമായണത്തെ അറിയുന്നതിന് വേണ്ടിയും രാമായണത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഉപാധികളുണ്ട്. രാമായണം കുട്ടികളിൽ എത്തുന്നതിന് വേണ്ടി മഹാകവി കുമാരനാശാൻ നടത്തിയ ഒരു ശ്രമത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാൻ കേരളം ലോകത്തിന് സംഭാവന നൽകിയ ഒരു മികച്ച പ്രതിഭയാണ്. അദ്ദേഹം 1917 മുതൽ 21 വരെ കുട്ടികൾക്ക് വേണ്ടി ആശയം ഒട്ടും ചോരാതെ ഏറ്റവും ലളിതമായി രാമായണത്തെ അവതരിപ്പിക്കുകയുണ്ടായി. അതായിരുന്നു ബാലരാമായണം. രാമായണത്തിൻ്റെ ആദ്യ 3 അധ്യായങ്ങളായിരുന്നു അദ്ദേഹം ബാലരാമായണത്തിൽ എഴുതപ്പെട്ടത്. 1917 അദ്ദേഹം ബാലരാമായണത്തിൻ്റെ ആദ്യ അധ്യായമായ ബാലകാണ്ഡം പൂർത്തിയാക്കി. രണ്ടാമത്തെ അധ്യായമായ അയോധ്യാകാന്ഡം 1920 21 അദ്ദേഹം ആരണ്യകാന്ഡവും പൂർത്തിയാക്കി. നിർഭാഗ്യവശാൽ കുമാരനാശാന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു കാവ്യമായിരുന്നു ബാലരാമായണം. ബാലരാമായണം എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഈ കൃതിയിൽ 540 വരികളാണുള്ളത്. അദ്ദേഹത്തിന് യുദ്ധകാന്ഡവും കിഷ്കിന്ധാകാന്ഡവും പൂർത്തിയാക്കാതെ പോയെങ്കിലും അദ്ദേഹം വളരെ ലളിതമായി കുട്ടികളിലേക്ക് രാമായണത്തിൻ്റെ ആശയങ്ങൾ
എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി രചിക്കപ്പെട്ടതായിരുന്നു ഇത്. നമുക്കറിയാം, മഹാകവി കുമാരനാശാൻ ഒരു കേവലം കവി മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവും. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ ഒപ്പീനിയൻ പറയുന്ന വ്യക്തിയുമായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഓരോ വിഷയത്തിനും കാലിക പ്രസക്തിയുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം മലയാളികൾക്ക് അറിയുന്ന ആശയങ്ങളെ തൻ്റേതായ ഒരു പരിഭാഷ കൂടി നൽകി അവതരിപ്പിക്കാനും കൂടുതൽ ശക്തിപ്പെടുത്താനും ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് രാമായണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം രാമനും രാമായണവും രാമായണത്തിലെ ഓരോ ആശയവും എല്ലാ കുട്ടികളിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ലോക പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ദൈവസങ്കല്പങ്ങളെയും പുരാണ കഥാപാത്രങ്ങളെയും പ്രകൃതി ഭംഗിയുമൊക്കെ അടുത്തറിഞ്ഞത്. രാമായണത്തെക്കുറിച്ച് നാം പ്രതിപാദിക്കുമ്പോൾ ശ്രീ രാജാ രവിവർമ്മയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കിളിമാനൂർ കൊട്ടാരത്തിലെ പിൻതലമുറക്കാരനും പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ രാമവർമ്മ തമ്പ്രാൻ പരിചയപ്പെടുത്തുന്നു രാമായണവും രവിവർമ്മ ചിത്രങ്ങളും. കാണാം രാമാനന്ദം. എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസക്കാലം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. വിവിധ വിഷയങ്ങൾ രാമായണവുമായി ബന്ധപ്പെട്ട് ഇവിടെ പലരും നിങ്ങളോട് സംവദിച്ചു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിട്ട് രാമായണത്തിൻ്റെ ഭാവചിത്രീകരണം എന്ന് പറഞ്ഞാൽ രാമായണത്തിൻ്റെ ഏടുകൾ, അതിലെ ഓരോ അനർഘ നിമിഷങ്ങൾ ഒരു കലാകാരൻ എങ്ങനെ നമുക്ക് ദൃശ്യവൽക്കരിച്ച് തരുന്നു എന്നുള്ളതിനെക്കുറിച്ച് സംവദിച്ചാലോ എന്ന് കരുതുന്നു. അതിന് കാരണവുമുണ്ട്. ഞാൻ ജനിച്ചത് കിളിമാനൂർ കൊട്ടാരത്തിലാണ്. കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാം. ലോകം കണ്ട ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രകാരൻ, ചിത്രമെഴുത്ത് തമ്പുരാനായ രാജാ രവിവർമ്മ, അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരിൽ ഒരാളായ എനിക്ക് അദ്ദേഹവും രാമായണവും അല്ലെങ്കിൽ ഇതിഹാസങ്ങളുമായിട്ട് പുരാണങ്ങളുമായിട്ട് എങ്ങനെ ചിത്രങ്ങൾ വഴി അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി വഴി എങ്ങനെ കണക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി. നമുക്കറിയാം രാജാ രവിവർമ്മ ഒരു ചിത്രകാരൻ, വളരെ പ്രശസ്തനായ ചിത്രകാരനാണ്. പക്ഷെ പലർക്കും അറിയില്ല അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, സ്കോളറാണ്. അദ്ദേഹത്തിന് നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും അങ്ങനെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ എല്ലാ ഏടുകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്ന വ്യക്തിയാണ്. സംസ്കൃതത്തിലുമൊക്കെ അഗാധ പാണ്ഡിത്യമുണ്ട്. സ്വന്തമായ കവിതകൾ ധാരാളം എഴുതുമായിരുന്നു. അങ്ങനെയുള്ള രവിവർമ്മയുടെ കുട്ടിക്കാലം നമുക്കറിയാം. കരിക്കട്ടുകൾ കൊണ്ട് കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ ഭിത്തികൾ വരച്ച് ലോകം നിറയുന്നൊരു കലാകാരൻ. ആ കലാകാരൻ്റെ യാത്രയിൽ അദ്ദേഹം നമുക്ക് തന്നതെന്താണ്? നമ്മുടെ ആർഷഭാരത സംസ്കാരം മുഴുവൻ തൻ്റെ ചിത്രങ്ങളിലൂടെ പകർന്ന് തരികയാണ് ചെയ്തത്. ആർഷഭാരത സംസ്കാരം മുഴുവനും തൻ്റെ ചിത്രങ്ങളിലൂടെ നമുക്ക് വരച്ചു തന്നു. ഹി ക്രിയേറ്റഡ് ദ ഫേസസ് ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസ് എന്നാണ് പറയുക. ദേവീദേവന്മാർക്ക് രൂപം കൊടുത്ത ചിത്രകാരൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ള രൂപം, മനുഷ്യരൂപത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലേക്ക് കൂടുതൽ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ദേവതാ സങ്കല്പങ്ങളെ ക്യാൻവാസിലേക്ക് ആക്കിയ ചിത്രകാരൻ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സരസ്വതിയും ലക്ഷ്മിയും അടക്കം രാമനും വിഷ്ണുവും അടക്കം കൃഷ്ണനും അടക്കം എത്രയോ ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് വരച്ചു തന്നിരിക്കുന്നു. രാമായണവും അതിലുള്ള ഒന്നാണ്. രാമായണം ബേസ് ചെയ്ത് രാജാ രവിവർമ്മ ധാരാളം ചിത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അഹല്യാമോക്ഷം തൊട്ട് ഇങ്ങോട്ട് എടുത്ത രാമായണത്തിലെ പല ഏടുകളും, അഹല്യാമോക്ഷമുണ്ട്, സീതാ സ്വയംവരമുണ്ട്, ജടായുവധമുണ്ട്, സരയൂ നദി കുറുകെ കടന്നു പോകുന്ന സീതയും രാമലക്ഷ്മണന്മാരുടെയും ചിത്രമുണ്ട്. സമുദ്രദേവനായ വരുണനോട് വളരെ കോപത്തോടുകൂടി ആജ്ഞാപിക്കുന്ന ശ്രീരാമൻ്റെ ചിത്രമുണ്ട്.
വനവാസത്തിലിരിക്കുന്ന സീതയുണ്ട്, കാനനവാസത്തിലുള്ള സീത. അതുപോലെ ശ്രീരാമ പട്ടാഭിഷേകം, അങ്ങനെ എത്രയോ രാമായണത്തിലെ എത്രയോ ഏടുകൾ. അതിൽ വിശ്വാമിത്രനുണ്ട്, മേനക്കയുണ്ട്, ലവകുശന്മാരുണ്ട്. അപ്പം രാമായണം എന്ന് പറയുന്ന എപ്പിക്ക് മുഴുവൻ അതിനകത്ത് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് വരച്ചു തന്ന ഒരു ചിത്രകാരൻ. രവിവർമ്മയുടെ കാലം 1848 ഏപ്രിൽ 29 രാജാരൂപ പൂജാതന ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രകലാ ജീവിതത്തിൽ ഈ രാമായണം ഉൾപ്പെടെയുള്ള നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നുള്ള ഏടുകൾ അദ്ദേഹം വരച്ചു തരുമ്പോൾ എന്താണ് സാധാരണ ജനങ്ങൾക്കും കൂടെ ആസ്വാദികരമാകുന്ന രീതിയിൽ അതിലെ ഏടുകൾ, അതിൽ ഓരോ കഥാപാത്രങ്ങളുടെയും ആത്മസംഘർഷങ്ങൾ, ഇതെല്ലാം അദ്ദേഹം വരച്ചു തരികയാണ്. അപ്പം അതിലൂടെ സാധാരണ ജനത്തിനും കൂടെ രാമായണം വായിക്കാതെ തന്നെ ഏകദേശം രാമായണത്തിൻ്റെ കാഴ്ചകൾ അനുഭവവേദ്യമാക്കി കൊടുത്തിരിക്കുകയാണ്. രവിവർമ്മ ഇതൊക്കെ വരയ്ക്കുന്നതിനും ഒക്കെ പ്രചോദനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഭക്തി തന്നെയാണ്. അത് തികഞ്ഞൊരു മൂകാംബിക ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൊക്കെ തന്നെ ആ ദൈവികമായ ഒരു സ്പർശം നമുക്ക് കാണാം. പക്ഷേ ഈ രാമായണ എപ്പിക്ക് കൂടുതലും വരച്ചിട്ടുള്ളത് ബറോഡ മഹാരാജാവിന് പേരിട്ട് സായാജി റാവു ഗേക്വാത്തേഡ് എന്ന് പറയുന്ന മഹാരാജാവ് രവിവർമ്മയുടെ എല്ലാമായിരുന്നു. ഇവിടെ നമുക്ക് രവിവർമ്മയ്ക്ക് ഐലേന്ദ്രനാഥ് മഹാരാജാവ് എങ്ങനെയാണ് രവിവർമ്മയെ സപ്പോർട്ട് ചെയ്തത്, അതുപോലെയായിരുന്നു ബറോഡ മഹാരാജാവ്. ആ ബറോഡയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹവും അനുജൻ രാജരാജവർമ്മയും ഇവിടെയുള്ള ബറോഡയിലെ ലക്ഷ്മി വിലാസം കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ബറോഡ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടാണ് മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ രാമായണം മുഴുവനും ഒരുപാട് ഏടുകൾ അദ്ദേഹം വരച്ചത്. അത് വരച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു പ്രദർശനം ചെയ്തു, അല്ലെങ്കിൽ എക്സിബിഷൻ പോലെ അത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രാജാരവിവർമ്മ എന്ന് പറയുന്ന ചിത്രകാരൻ, അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ, ആ ക്രിയേറ്റിവിറ്റി സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പം ഇത് രവിവർമ്മയുടെ ഏറ്റവും വലിയൊരു രവിവർമ്മയിലൂടെ രാമായണം സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് ഒരുപാട് സഹായകമായി എന്നുള്ളതാണ്. വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രവിവർമ്മ 1894 ഘാട്ട്കോപ്പർ മുംബൈയിൽ അത് സ്വന്തം പ്രിൻറ്റിങ് പ്രസ് തുടങ്ങി. പിന്നീട് അത് ലോനാവാലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 100 ഏക്കർ ലാൻഡ് വാങ്ങി ജർമ്മനിയിൽ നിന്ന് മെഷീനറീസും ടെക്നീഷ്യൻസിനും ഒക്കെ കൊണ്ടുവന്ന് ഒരുപാട് ചിത്രകാരന്മാരും അല്ലെങ്കിൽ ടെക്നീഷ്യൻസും ഒക്കെ വലിയൊരു കൂട്ടായ്മയായിരുന്നു ആ രവിവർമ്മ പ്രിൻറ്റിങ് പ്രസ്. ആ പ്രസ്സിൽ നിന്നും ഒരുപാട് ചിത്രങ്ങൾ, പുരാണ ചിത്രങ്ങൾ മാത്രമല്ല, എല്ലാ സാഹിത്യപരമായിട്ടുള്ള നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന് പല ചിത്രങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുടിൽ തൊട്ട് കൊട്ടാരം വരെ തൻ്റെ ചിത്രങ്ങൾ എത്തുക അല്ലെങ്കിൽ എത്തിക്കുക എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രിൻറ്റിങ് പ്രസ് തുടങ്ങിയത് പോലും. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ എല്ലാ സാധാരണക്കാരുടെ പൂജാമുറികളിലും ഈ ഈശ്വര ചൈതന്യങ്ങൾ നിറഞ്ഞത്. ഓരോ ചുവരുകളിലും രവിവർമ്മ ചിത്രങ്ങൾ, ദേവീദേവന്മാരുടെ ആവട്ടെ മറ്റെന്തെങ്കിലും ചിത്രങ്ങളാവട്ടെ, ഇതെല്ലാം സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു പ്രവർത്തനം, അത് ആ പ്രിൻറ്റിങ് പ്രസ്സാണ്. ഇന്നും നമ്മൾ എത്രയോ പ്രിൻ്റുകൾ ഇന്നും എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം പണ്ട് തൊട്ടേ ഉള്ള പ്രിൻറ്റിങ് പ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങിയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കോപ്പീസാണ് ഇപ്പോഴും. ഇന്ന് ഇന്ത്യയുടെ ഏത് ഭാഗത്തെടുത്താലും രവിവർമ്മ ചിത്രം ഇല്ലാത്ത ഒരു വീടെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ഹിന്ദു ഇതിൽ ഉള്ള വിശ്വാസത്തിലുള്ള ആൾക്കാരുടെ അടുത്തും അല്ലാതെയും ഉണ്ട്. അപ്പം രവിവർമ്മയെ സംബന്ധിച്ചിട്ട് രാമായണം അല്ലെങ്കിൽ ഇതിഹാസങ്ങളൊക്കെ തന്നെ കൂടുതൽ ജനകീയമാക്കി എന്നുള്ളൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഭാരതത്തിലും വിദേശത്തുമൊക്കെ എല്ലായിടത്തും എല്ലാവരുടെയും പൂജാമുറികളിലും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും ഒക്കെ തന്നെ രവിവർമ്മ ചിത്രങ്ങളിലൂടെ നമ്മുടെ ദേവതാസങ്കല്പങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ രാമായണ മാസക്കാലത്ത് ശ്രീരാമചന്ദ്രൻ എല്ലാവരുടെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കട്ടെ, ഒരു രവിവർമ്മ ചിത്രം പോലെ. അയോധ്യ എന്ന പേരിന് പിന്നിൽ ഒരു തത്വമുണ്ട്, ഒരർത്ഥമുണ്ട്. അതെന്താണ് എന്ന് നോക്കാം. രാമവിസ്മയം.
അയോധ്യ എന്ന സംസ്കൃത പദത്തിന് യുദ്ധം ചെയ്ത് കീഴടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത നഗരം എന്നർത്ഥം. രാമായണത്തിൽ അയോധ്യയെ ദശരഥൻ ഭരിച്ചിരുന്ന കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായി വിശേഷിപ്പിക്കുന്നു. ഈ നഗരം വിശ്വകർമാവ് നിർമ്മിച്ചതാണെന്നും പിന്നീട് മനു സ്ഥാപിച്ചതാണെന്നും പുരാണങ്ങളിൽ പരാമർശമുണ്ട്. ഇത് ശ്രീരാമഭക്തിയുടെയും ഭാരതീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെയും മഹത്തായ പ്രതീകമായി ലോകശ്രദ്ധ ആകർഷിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സുഖവും സന്തോഷവും നേടുക എന്നതാണ്. നമ്മൾ എന്നും തേടിക്കൊണ്ടിരിക്കുന്നതും അതാണ്. രാമൻ നമുക്ക് പകർന്നു തരുന്നത് സന്തോഷമാണ്. അത് നേടണമെങ്കിൽ നാം രാമനെ അറിയണം, രാമായണത്തെ അറിയണം. ശ്രീരാമസാഗരത്തിൽ നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.